ഹലോ നമസ്കാരം. അപ്സ്റ്റേറിയസിലേക്ക് സ്വാഗതം. പഴംപൊരി ഇഷ്ടമല്ലാത്തവർ കാണില്ലല്ലേ? നമുക്കിന്ന് നല്ല നാടൻ രുചിയുള്ള ക്രിസ്പി പഴംപൊരിയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ കണ്ടാലോ? ആദ്യം ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ ഇടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് മൈദ, അരക്കപ്പ് ഗോതമ്പ് പൊടിയെന്ന് ചേർക്കാം കേട്ടോ. അപ്പം ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടിയും ചേർക്കണേ. അത് നമ്മുടെ ഇടിയപ്പപ്പത്തിരി പൊടിയില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ അത് ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആകും കേട്ടോ നമ്മുടെ പഴംപൊരി. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഈ മാവിനൊരു ചെറിയ മധുരം വേണമെങ്കിൽ അതിനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം കേട്ടോ. ഇനി ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്. 1/2 ടീസ്പൂൺ ജീരകവും എള്ളും അതുപോലെ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാമേ. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇളക്കണേ. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം വേണ്ടി വന്നു കേട്ടോ. ഈ ഒരു പരുവത്തിലായപ്പം നമ്മുടെ അളവ് കറക്റ്റായേ. അപ്പോൾ ഈ പരുവം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ പഴം ഒട്ടില്ല, പിന്നെ കുറഞ്ഞു പോയാലും മാവിൻ്റെ ആ ഒരു ചുവ വരികയും ചെയ്യും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞ് ബാറ്റർ ആക്കിയിട്ട് നമുക്ക് നല്ലൊരു ഏത്തപ്പഴം എടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല പഴുത്ത 2 വലിയ ഏത്തപ്പഴമാണ് എടുക്കുന്നത്. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ ടേസ്റ്റ് അടിപൊളിയാകത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് മുറിക്കുക കേട്ടോ. ഞാനിവിടെ നീളത്തിലും പിന്നെ നമ്മൾ ആ ഒരു പഴത്തിനെ 2ആയിട്ട് കട്ട് ചെയ്ത് അതിനെ വീണ്ടും 3ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അറ്റ്ലീസ്റ്റ് 1/4 ഭാഗം നമ്മുടെ ഈ പഴം മുങ്ങുന്ന രീതിയിൽ ചട്ടിയിൽ ഒഴിക്കാൻ മറക്കല്ലേ. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മുടെ ഓരോ പീസും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇടാനായിട്ട്. ഇനി ബാറ്ററിൽ അരിപ്പൊടി ചേർക്കുമ്പോൾ പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കുമെന്ന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കളർ ഇങ്ങനെ ചേഞ്ച് ആവും. ആ ഒരു മഞ്ഞ കളർ ഒരു റെഡ് ആകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പോൾ നല്ല പഴംപൊരി നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.